നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഓണം ഫെസ്റ്റ് യോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങളിൽ നിന്ന് എടുത്തുമാറ്റി ദേശസാൽകൃത ബാങ്കുകളിലൂടെ മാത്രം നടത്തുവാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഹകരണ താൽക്കാലിക കരാർ തൊഴിലാളി യൂണിയൻ മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണിയൻകിണർ ഉന്നതിയിൽ വീടുകളുടെ പണികൾ പൂർത്തിയാകുന്നു, കുട്ടികൾ തൊഴുത്തിൽ ഉറങ്ങുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗം. പ്രമുഖ ഓൺലൈൻ ട്രഡീഷണൽ ക്ലോത്തിംഗ് ബ്രാൻഡായ അഭിരാമം ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഓണച്ചമയം എക്സിബിഷൻ തൃശൂർ ശ്രീ ശങ്കരായ ഹാളിൽ വിപുലമായ വിൽപ്പന സ്റ്റോളുകളോടെ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഓണഫെസ്റ്റ് യോഗം ചേർന്നു. തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, EN ശശി, ശ്രുതി ലാലു, TV സുനിൽകുമാർ, രജനി സുരേന്ദ്രൻ, VG ജയസൂര്യ, K ചന്ദ്രശേഖരൻ, ഐശ്വര്യ ഉണ്ണി, TPPC സെക്രട്ടറി TC മനോജ്, വാഴാനി അസിസ്റ്റന്റ് എഞ്ചിനീയർ PS സാൽവിൻ, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ K അരുൺ കൃഷ്ണൻ, എക്സൈസ് ഇൻസ്പെക്ടർ KV ഷാജി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K ഹരികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. തെക്കുംകര പഞ്ചായത്തും വാഴാനി ഡെസ്റ്റിനേഷൻ കമ്മിറ്റിയും സംയുക്തമായിട്ടാണ് ഓണം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 25-ന് ഡാമിലെ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം ചെയ്യും. 27, 28, 29 തീയതികളിലാണ് ഓണം ഫെസ്റ്റ് നടക്കുക. തദ്ദേശീയരുടെ പരിപാടിയും ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാനായി സേവ്യർ ചിറ്റിലപ്പള്ളി MLA, ജനറൽ കൺവീനർ വാഴാനി അസിസ്റ്റന്റ് എഞ്ചിനീയർ PS സാൽവിൻ, ട്രഷറർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EN ശശി തുടങ്ങിയവർ തെരഞ്ഞെടുത്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങളിൽ നിന്ന് എടുത്തുമാറ്റി ദേശസാൽകൃത ബാങ്കുകളിലൂടെ മാത്രം നടത്തുവാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഹകരണ താൽക്കാലിക കരാർ തൊഴിലാളി യൂണിയൻ മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ ട്രഷറർ അജീഷ് തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് മിനി സുരേഷ് അധ്യക്ഷയായി. T മനോജ്, അഖില തുടങ്ങിയവർ സംസാരിച്ചു. ഒരുപാട് പേര് വീടുകളിൽ കഴിയുന്നു. അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ കൂട്ടിപ്പിടിക്കണം എന്നുള്ള സർക്കാരിൻ്റെ ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞ LDF സർക്കാർ തീരുമാനമെടുത്തത്. എന്നാൽ ഇപ്പോൾ മാറി വന്നിട്ടുള്ള VD സതീശൻ്റെ സർക്കാർ ആ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് ജനങ്ങളെ ആകെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ഇവിടെ നടത്തുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്നാണ് നമ്മൾ ഈ സമരം ഇവിടെ ഷെഡ്യൂൾ ചെയ്തത്. ആ സമരത്തിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്ര നാൾ കഴിയുമ്പോഴേക്കും ഒന്നൊന്നായി ഓരോ കാര്യങ്ങൾ വെട്ടി ഇല്ലാതാക്കുന്ന സമീപനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷനെ കുറിച്ച് നമുക്കറിയാം, LDF സർക്കാർ അവസാന കാലഘട്ടത്തിൽ ഒരുക്കിയതാണ്. മണിയൻകിണർ ഉന്നതിയിൽ വീടുകളുടെ പണികൾ പൂർത്തിയാകുന്നു, കുട്ടികൾ തൊഴുത്തിൽ ഉറങ്ങുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ. മണിയൻകിണർ ഉന്നതിയിൽ വീടുകളുടെ പണികൾ പൂർത്തിയാകുന്നു, കുട്ടികൾ തൊഴുത്തിൽ ഉറങ്ങുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് മണിയൻകിണർ ഉന്നതിയിൽ വീടില്ലാത്തതിനാൽ കുട്ടികൾ സമീപത്തെ തൊഴുത്തിൽ ഉറങ്ങുന്നു എന്ന രീതിയിൽ പ്രചരിച്ച വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗം സനിൽ വാണിയമ്പാറ. വെള്ളിയാഴ്ച ഉന്നതിയിലെത്തിയാണ് സനിൽ ഇക്കാര്യം പറഞ്ഞത്. വാർഡ് മെമ്പർ സനിൽ വാണിയമ്പാറ, ഫുഡ് കമ്മീഷൻ ഓഫീസർ, ട്രൈബൽ ഓഫീസർ, VEO തുടങ്ങിയവരാണ് വിശദീകരണം നൽകിയത്. വീടില്ല എന്ന തരത്തിൽ വാർത്ത പ്രചരിച്ച പ്രീതി ബിജു ദമ്പതികൾക്ക് നിലവിൽ ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. മെയിൻ വാർക്ക കഴിഞ്ഞ വീടിൻ്റെ ഉള്ളിലെ പണികളാണ് നിലവിൽ നടക്കുന്നത്. വീട് നിർമ്മാണം ആരംഭിച്ച സമയത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിൽ കുട്ടികൾ കളിക്കുന്ന വാർത്തയാണ് വീടില്ലാത്ത തൊഴുത്തിൽ താമസിക്കുന്നു എന്ന രീതിയിൽ പ്രചരിച്ചത്. ലൈഫ് പദ്ധതി പ്രകാരം ഉന്നതിയിൽ അനുവദിക്കപ്പെട്ട മുഴുവൻ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാവുകയോ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തുകയോ ചെയ്തിട്ടുണ്ട്. വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഉന്നതി നിവാസികളും സാക്ഷ്യപ്പെടുത്തി.
ഉന്നതിയിൽ പണം നൽകിയിട്ടും പ്രത്യേക സാഹചര്യം കാരണം 3 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ഇവരെ അടുത്ത തവണ വീണ്ടും പരിഗണിക്കുമെന്ന് സനിൽ വാണിയമ്പാറ അറിയിച്ചു. ഇന്നിപ്പോൾ മണിയൻകിണർ നമ്മൾ വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വീണ്ടും കുട്ടികളുടെ ഉൾപ്പെടെ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഷെഡുകളുടെ ഉൾപ്പെടെ ഫോട്ടോ വെച്ചുകൊണ്ട് വീട് നിർമ്മാണങ്ങളൊന്നും നടക്കാതെ പാതി വഴിയിൽ വീണ്ടും മണിയൻകിണറിലെ അവിടെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കേലേറ്റ് ന്യൂസും ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ഇതേപോലെ ഒരു വാർത്ത വന്ന സമയത്ത് ഒരു 4-5 മാസം മുമ്പ് വന്ന് പരിശോധിക്കുകയും അന്നുണ്ടായിരുന്ന ചില പോരായ്മകൾ കോൺട്രാക്ടർ ഉൾപ്പെടെ പണി ചെയ്യാൻ വരാതെ ഇട്ടിട്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് അന്വേഷണത്തെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് 28 ദിവസം ആശുപത്രിയിലായതുകൊണ്ട് ആണ് എന്നുള്ളതാണ് അന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് വന്ന വാർത്തകളുടെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ഒരു അന്വേഷണവും കാര്യങ്ങളും നടത്തിയതും. അന്ന് കൃത്യമായി അതിന് ഇടപെട്ടുകൊണ്ട് കോൺട്രാക്ടർ തിരിച്ചു വന്ന് പണികൾ ആരംഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. അന്നത്തെ കോൺട്രാക്ടർ വീണ്ടും തിരിച്ചു വന്ന് പണികൾ ആരംഭിക്കുന്ന സമയത്ത് ബാലൻസ് ഉണ്ടായിരുന്ന പൈസകളുടെ എല്ലാം പണി തീർത്തുകൊണ്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത് എന്നാണ് കോൺട്രാക്ടറെ നേരിട്ട് പോയി പറഞ്ഞപ്പോൾ മനസ്സിലായത്. എന്നാൽ കുറച്ച് പണികൾ കൂടെ ഒരു മൂപ്പൻ കുട്ടേട്ടൻ്റെ ഉൾപ്പെടെ വീടുകളുടെ പണികൾ, ഒരു ബാത്റൂമിൻ്റെ പണി പൂർത്തിയാക്കാനുണ്ട്, അതിലെ ഡോറുകൾ വെക്കാനുണ്ട്, ഫ്രണ്ട് ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനുണ്ട്. അത്രയും പണികൾ കൂടെ പൂർത്തിയാക്കിയാൽ ബാലൻസ് കൊടുക്കാനുള്ള ഏകദേശം 60,000 രൂപയുടെ അടുത്ത് കൊടുക്കാനുള്ളത് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പം അത് പൈസ പണി കഴിഞ്ഞതും മേടിച്ചു കൊടുക്കാമെന്ന് കോൺട്രാക്ടർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പിന്മേൽ കോൺട്രാക്ടർ വീണ്ടും ആ പണികൾ തുടങ്ങാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കോൺട്രാക്ടറെ വിളിച്ചിട്ടാണ് വന്നത്. അദ്ദേഹം ഇളനാട് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കാലത്ത് 8:30 ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഈ ഊരുമായി ബന്ധപ്പെട്ട് വഹിക്കുന്ന വിജയേട്ടൻ ഇവിടെയുണ്ട്. നാളെ വിജയേട്ടനും ഇവിടുത്തെ ഒരു മൂപ്പൻ കുട്ടേട്ടനും ബന്ധപ്പെട്ട ഊരിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആളുകളും ഉൾപ്പെടെ നാളെ ഇവിടെ പങ്കെടുത്തുകൊണ്ട് ആ കോൺട്രാക്ടർ പൈസ ഏതെങ്കിലും തരത്തിൽ ഇനി കിട്ടാനുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ മേടിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവും. പൈസയുടെ പേരിൽ ഒരു പണി ഇനി പെൻഡിങ് നിർത്തേണ്ട എന്നുള്ളത് കോൺട്രാക്ടർ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എടുത്തിട്ടുള്ള ഇനി 2 വീടും കൂടെയാണ് ആകെ ബാക്കിയുള്ളത്. ഒന്ന് കുട്ടേട്ടൻ്റെയും ഒന്ന് നമ്മുടെ തൊട്ട് പിറകിൽ നിൽക്കുന്ന പ്രീതി ബിജു എന്ന് പറയും, നമ്മുടെ തൊട്ട് പിറകിൽ നിൽക്കുന്ന പ്രീതി ബിജുവിൻ്റെ വീട്. ആ വീടും കൂടെ ഇതേ കോൺട്രാക്ടർ സുന്ദരൻ എന്ന് പറഞ്ഞ ആൾ എടുത്ത് പണി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇട്ടിട്ട് പോയിട്ടുള്ളതല്ല, ഇത് തട്ട് പൊളിച്ച് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ നിലം കോൺക്രീറ്റ് ചെയ്യുന്ന പണിയിലേക്ക് കിടക്കാൻ പോവാണ്. ബാക്കിൽ നമ്മുടെ കക്കൂസ് കുഴി എടുത്തിട്ടിട്ടുണ്ട്. അതിലേക്കുള്ള കല്ല് കെട്ടുന്നതിന് വേണ്ട കല്ല് ഇവിടെ എത്തിക്കേണ്ടതുണ്ട്. അവർക്ക് കൊടുത്ത പൈസയുടെ ഒരു ബാലൻസും കൂടെ ഇനി കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് കോൺട്രാക്ടർ പറഞ്ഞത്. അത് വിഒയുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ 5,40,000 രൂപ ഇവർക്ക് നിലവിൽ കൈമാറിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ കോൺട്രാക്ടർക്ക് അത്രയും പൈസ ഇവിടെ നിന്ന് കൈമാറിയിട്ടില്ല. ആ പൈസയുടെ കുറവുണ്ട്. ആ പൈസ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായിട്ട് പണിയുന്നതിനനുസരിച്ച് കൊടുത്താൽ ആ പണിയും എത്രയും വേഗം തന്നെ പൂർത്തിയാക്കി നമുക്ക് കഴിയാൻ സാധിക്കും. അതേപോലെ തന്നെ വലിയൊരു വാർത്ത വന്നായിരുന്നു നമ്മുടെ ഓമനാകൃഷ്ണൻ കുട്ടികൾ ഉൾപ്പെടെ തൊഴുത്തിലാണ് ഒരു ഷെഡ് വെച്ച് കിടക്കുന്നത് എന്നുള്ള വാർത്ത മുമ്പുണ്ടായിരുന്നു. അത് ആ വീട് പണിയുന്ന സമയത്ത് മുൻകാലത്ത് കെട്ടിയ ഒരു അടച്ചുറപ്പുള്ള ഒരു സംവിധാനത്തിലായിരുന്നു അവർ കിടന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു ഷെഡ് വലിച്ചു കെട്ടി സൈഡ് എന്നാൽ ചുമരോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഷെഡ് വലിച്ചു കെട്ടിയിട്ടാണ് അവർ കിടന്നിരുന്നത്. എന്നാൽ അവരുടെ വീട് പണി പൈസ അന്ന് ഫണ്ട് വരാത്തതുകൊണ്ട് നിന്ന് പോയതായിരുന്നു. ആ പൈസ കഴിഞ്ഞ പ്രാവശ്യം ഒരു 4 ആഴ്ച മുമ്പ് 1 ലക്ഷം രൂപയും കൂടെ അവർക്ക് കൊടുത്ത് അവർക്കിപ്പോൾ മൊത്തം 3,90,000 രൂപ നമ്മൾ കൈമാറിയിട്ടുണ്ട്. അത് ആ പൈസ വരെ എത്തിച്ചുകൊണ്ട് കൃത്യമായി തന്നെ അതിൻ്റെ മെയിൻ വാർപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഗഡു ഈ ഓണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഓണത്തിൻ്റെ ഒരു മുടക്ക് കഴിയുന്നതിനനുസരിച്ച് അടുത്ത ഗഡു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പണികൾ കൂടെ ആ യഥാവിധി നടന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടെ പറയാനുള്ളത്. ഇവിടെ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളെല്ലാം കൃത്യമായ ആ തരത്തിൽ തന്നെ പണികൾ പൂർത്തീകരിക്കുന്നുണ്ട്. വാർത്തകൾക്ക് വേണ്ടി ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു ഉന്നതിയെ കൂട്ടുചേർത്ത് അവിടുത്തെ ഒന്നും അറിയാതെ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവരുടെ പകർത്തിക്കൊണ്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ ഈ ഊരിൽ താമസിക്കുന്നവരും ഇവിടെ ഏറ്റവും അന്തസ്സോടുകൂടിയും അഭിമാനത്തോടു കൂടിയും താമസിക്കുന്നവരാണ് എന്നുള്ളൊരു ബോധ്യം വാർത്തകൾ കൊടുക്കുന്നവർക്ക് കൂടി ഉണ്ടാവണം. അവർക്കും ആത്മാഭിമാനമുണ്ട്. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിധത്തിലേക്കുള്ള വാർത്തകൾ ആര് കൊടുത്താലും അത് ഒഴിവാക്കണം എന്നുള്ളതാണ്
ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പർ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാ വീടിൻ്റെയും പണികൾ പൂർത്തീകരണത്തിലാണ്. ഇപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു പുതിയ വീടിൻ്റെ കൂടി നമ്മുടെ വിനീത് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള വിനീതിൻ്റെ വീട് എഗ്രിമെൻ്റ് വെക്കാൻ പോവുകയാണ്. എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രശ്നമില്ല എന്ന് പറയുന്നില്ല. ഇവിടെ വിഷ്ണു, അതേമാതിരി കമലൻ ചന്ദ്രൻ, പിന്നെ ഒരാളുടെ വീട് അപ്പു, ഈ 3 പേരുടെ വീട് 2005 കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. ആ കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ളത് അന്ന് 75,000 രൂപയ്ക്ക് വന്നിട്ടുള്ള വീടുകളാണ്. അതിൻ്റേതായിട്ടുള്ള ബലക്കുറവുകൾ ആ വീടിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കളക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസറും ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്ന് TO ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്നത് കാണിച്ചു കൊടുത്തു. നല്ല മഴ പെയ്തപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ സ്ലാബ് ചില ഭാഗങ്ങൾ പൊട്ടി വീഴുന്ന സ്ഥിതി ഉണ്ടായി, കമ്പി കാണുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ നല്ല മഴ പെയ്യുമ്പോൾ അവരെ നമ്മൾ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിക്കിടത്തുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച പുതുക്കാടുള്ള നമ്മുടെ ട്രൈബൽ ഓഫീസിൽ ഈ പ്രദേശത്തെ പ്രൊമോട്ടറെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിക്കൊണ്ടൊരു യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും അടിയന്തരമായിട്ട് റിപ്പയർ ചെയ്യേണ്ട വീടുകൾക്ക് 2 ലക്ഷം രൂപ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൊടുത്ത് ഏറ്റവും വേഗത്തിൽ അത് നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷകൾ അവർ തന്നെ പോകണമെന്നില്ല, ഇവിടുത്തെ പ്രൊമോട്ടർ അവരുടെ അപേക്ഷകൾ സ്വീകരിച്ച് അവർക്ക് ആവശ്യമായുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടിയന്തര സാഹചര്യത്തിൽ ഒരു വീടിന് 2 ലക്ഷം രൂപ വീതം കൊടുക്കുന്നൊരു പ്രവർത്തനം കൂടെ ഇപ്പോൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. തൃശൂർ താലൂക്കിലെ പാണഞ്ചേരി പഞ്ചായത്തിലെ മണിയൻ കിണർ ഉന്നതി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ സന്ദർശനം നടത്തി. ഉന്നതിയിലെ നിവാസികൾക്ക് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി പ്രകാരം വാതിൽപ്പടിയായി റേഷൻ ധാന്യങ്ങൾ എത്തിച്ചു നൽകുന്നതിലെ കൃത്യതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിരുന്നു സന്ദർശനം. പ്രദേശത്തെ അങ്കണവാടിയും അദ്ദേഹം സന്ദർശിച്ചു. ഉന്നതി നിവാസികളുടെ പൊതു ജീവിത സാഹചര്യങ്ങൾ, റേഷൻ ലഭ്യത, കുട്ടികൾക്കുള്ള പോഷകാഹാര ലഭ്യത എന്നിവ നേരിട്ട് അദ്ദേഹം വിലയിരുത്തി. ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ പ്രദീപ് കുമാർ, പൊതുവിതരണ വകുപ്പ് പ്രതിനിധികളായ ER ലിനി, മിനി ജോൺ, C കൃഷ്ണദാസ്, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസർ, ICDS സൂപ്പർവൈസർ തുടങ്ങിയവർ ഭക്ഷ്യ കമ്മീഷൻ അംഗത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രമുഖ ഓൺലൈൻ ട്രഡീഷണൽ ക്ലോത്തിംഗ് ബ്രാൻഡായ അഭിരാമം ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഓണച്ചമയം എക്സിബിഷൻ തൃശൂർ ശ്രീ ശങ്കരായ ഹാളിൽ വിപുലമായ വിൽപ്പന സ്റ്റോളുകളോടെ ആരംഭിച്ചു. സിനിമ ആർട്ടിസ്റ്റും ട്രാൻസ് ആക്ടിവിറ്റിസ്റ്റും ബിഗ് ബോസ് ഫെയിമുമായ നാദിറ മെഹ്റിൻ, നന്ദിലത്ത് ജിമാർട്ട് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത്, അഭിരാമം ഫൗണ്ടറും സിഇഒയുമായ അഭിരാമി തുടങ്ങിയവർ ചേർന്ന് തിരിതെളിയിച്ച് എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പതിവ് ഉദ്ഘാടന രീതികളിൽ നിന്ന് വ്യത്യസ്തമായി അഭിരാമത്തിന്റെ ഫോളോവേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ നാടമുറിച്ച് എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ഓണച്ചമയത്തിന്റെ പ്രത്യേകതയായി. ഓണം ഷോപ്പിംഗിനായി ഒരു കുടുംബത്തിന് ആവശ്യമായ വിവിധ ഉൽപ്പന്നങ്ങൾ ഒരിടത്ത് തന്നെ കണ്ടെത്താനാകുന്ന രീതിയിൽ നിരവധി ബ്രാൻഡുകളെ ഒരുമിച്ചണിനിരത്തിയാണ് ഓണച്ചമയം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഒരു കൊളാബറേഷൻ നടത്തിയത് നമ്മുടെ അഭിരാമം പേജുമായിട്ടാണ്. പക്ഷേ ഞാൻ എൻ്റെ ന്യൂസ് സ്റ്റഡി ലൈഫ് സെക്കൻഡ് ലൈഫായിരുന്നു. അപ്പം ന്യൂസ് 18 കേരളയിൽ ഞാൻ വാർത്ത വായിക്കുന്ന സമയത്ത് അങ്ങനെ സെറ്റും കൊണ്ടൊക്കെ ആദ്യമായിട്ട് ഉടുത്തൊരു വാർത്ത വായിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സെറ്റും കൊണ്ടൊക്കെ ഉടുത്തു തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് അഭിരാമമായിട്ട് ഒരു കൊളാബറേഷൻ അസോസിയേറ്റ് ചെയ്യുകയും അതിൽ ഒരു ദിവസം ഞാൻ എൻ്റെ ന്യൂസ് സ്റ്റഡിങ്ങിന് അഭിരാമത്തിൻ്റെ സെറ്റ് കൊണ്ട് കൊടുക്കുകയും അത് അവിടെ തന്നെ വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമൊക്കെ ആയിരുന്ന ഒരു കാര്യം. കാരണം വളരെ ഭംഗിയായിട്ട് കൊടുക്കാനും പറ്റി, നന്നായിട്ട് വാർത്ത വായിക്കാനും സാധിച്ചിരുന്നു. അപ്പം അതിൽ ഏറ്റവും സന്തോഷിച്ചത് പക്ഷേ എനിക്കൊന്ന് അഭിരാമി തന്നെ ആയിരിക്കാം. കാരണം അഭിരാമിതനാണെങ്കിലും അത് ഒരു റീലായിട്ട് പോസ്റ്റ് ചെയ്ത് അത് കുറേയധികം ഷെയറൊക്കെ ഉണ്ടായി, കുറേയധികം റീൽസ് ഒക്കെ സംഭവിച്ചു. വലിയ രീതിയിൽ അതൊരു സോഷ്യൽ മീഡിയ ഒരു ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് എൻ്റെ പേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്താണ് പക്ഷേ പിന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്യാനും അവരുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ മിസ്മാച്ച് വന്നപ്പോൾ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു ദിവസം ഈ റീസെൻ്റ്ലി ഞാൻ വീണ്ടും ഒരു സെറ്റിൽമെൻറ്റിൻ്റെ വീണ്ടും വിളിക്കുന്നത് സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം ചോദിച്ചു വന്നപ്പോഴാണ് എനിക്ക് അന്ന് അഭിരാമിയാണ് ആ മെസ്സേജസ് കാണുന്നത്. അങ്ങനെയാണ് പിന്നെ വീണ്ടും ഞങ്ങൾ കണക്ട് ആയത്. അപ്പോൾ ഞാൻ എനിക്ക് പേഴ്സണലി ഈ ബ്രാൻഡിനെ പറ്റി അല്ലെങ്കിൽ അഭിരാമിയെ പറ്റി അറിയില്ല. പക്ഷെ ഞാൻ എന്തോ ഈ ബ്രാൻഡ് ഒരു യുണീക്കാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം സെറ്റുമുടി മാത്രം പറഞ്ഞ പോലെ സെറ്റുമുണ്ടും നമ്മുടെ കേരള തനിമയെ നമുക്ക് കേരള അല്ലെങ്കിൽ മലയാളീസിന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് സെറ്റുമുണ്ട് എന്ന് പറഞ്ഞൊരു വേഷം. അതിനെ നെക്സ്റ്റ് തലമുറയിലേക്ക് കൊണ്ടുവരാനാണ് അഭിരാമിയോട് ശ്രമിക്കുന്നത്. പഴയ തലമുറയ്ക്ക് സെറ്റുമുണ്ടിനെ പറ്റി പറഞ്ഞ് അതിലേക്ക് കൂടുതൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇനിയുള്ള തലമുറ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ തലമുറയിൽ വരുമ്പോൾ
പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു തനിമയെ പറ്റിയൊക്കെ പറയാനായിട്ട് കിട്ടുന്ന ബ്രാൻഡ് വരുന്നത് വളരെ വളരെ യുണീക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 10 പേജ് എടുത്തു കഴിഞ്ഞാൽ അത് 10 പേജിലും ബ്രാൻഡിലും പല പ്രൊഡക്ട്സും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് കൺസിസ്റ്റൻ്റായിട്ട് സെറ്റിങ്ങിൻ്റെ ഒരു പ്രാധാന്യം കൊടുക്കുന്നതിൽ വളരെ അഭിമാനം തോന്നി. അഭിരാമിയുടെ ജേർണി കഴിഞ്ഞ ദിവസം ഞാനൊരു റീലിൻ്റെ ഫീൽഡ് കാണാൻ സാധ്യതയുണ്ടായി. ദേശീയപാത മരത്താക്കരയിൽ ടോറസ് ലോറിക്ക് പുറകിൽ ബസ് ഇടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. ദേശീയപാത മരത്താക്കര കുഞ്ഞനംപാറയിൽ ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടം. തിരുവനന്തപുരം ബാംഗ്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലെ സർവീസ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി എത്തിച്ച ടോറസ് ലോറിയുടെ പുറകിലാണ് ബസ് ഇടിച്ചത്. അപകടത്തിൽ ബസ് ഡ്രൈവർ ചേർത്തല സ്വദേശി രാകേഷ്, ജീവനക്കാരൻ ചേർത്തല സ്വദേശി ഉണ്ണികൃഷ്ണൻ, യാത്രക്കാരായ കൊല്ലം സ്വദേശി പ്രശാന്ത്, ആറ്റിങ്ങൽ സ്വദേശി രാഹുൽ, തമ്പാനൂർ സ്വദേശി ലത എന്നിവർക്കാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെ ഉടൻ ആംബുലൻസിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇനിയൊരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ശ്രീ മഹേശ്വര ക്ഷേത്രം ചേലക്കോട്ടുകരയിൽ കർക്കിടക വാവ് ബലിക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു. 2026 ആഗസ്റ്റ് 12 ബുധനാഴ്ച അന്നേ ദിവസം രാവിലെ 4 മണിക്ക് നട തുറക്കുന്നതോടുകൂടി ബലിതർപ്പണം ആരംഭിക്കുന്നതാണ്. ബലിതർപ്പണത്തോടൊപ്പം ആത്മാക്കൾക്ക് വേണ്ടി തിലഹവനവും അപ്പോൾ തന്നെ ചെയ്തു കിട്ടുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യമൊരുക്കുന്നതിന് ക്ഷേത്രം പ്രസിഡന്റ് KU വേണുഗോപാലൻ, സെക്രട്ടറി OK സത്യൻ, ട്രഷറർ സ്വരൂപ് ചന്ദ്രൻ, വിജയൻ പുളിക്കൽ, വിൻസു കല്ലേപ്പിള്ളി, ബാലകൃഷ്ണൻ കുളങ്ങര, ജനാർദ്ദനൻ കരിപ്പായി എന്നിവർ നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയും ക്ഷേത്രം മാതൃസമിതി അംഗങ്ങളും തയ്യാറെടുത്തു കഴിഞ്ഞു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ക്രിമിനോളജി ആൻഡ് പോലീസ് സയൻസ് വിഭാഗവും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംയുക്തമായി സംഘടിപ്പിച്ച 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് സമാപനമായി. ഡിജിറ്റൽ ഭരണവും സുസ്ഥിര വികസനവും ഡാറ്റ യുഗത്തിൽ സുരക്ഷയും അവകാശങ്ങളും സന്തുലിതമാക്കുവാൻ എന്ന വിഷയത്തിലായിരുന്നു സമ്മേളനം. 2026 ഓഗസ്റ്റ് 7-നാണ് സമാപന സമ്മേളനം നടന്നത്. കവിപ്രതിഭ ഹാളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സാങ്കേതികവിദ്യ, നിയമപാലനം, മനുഷ്യാവകാശങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെക്കുറിച്ചുള്ള സുപ്രധാന ചർച്ചകൾ നടന്നു. അധ്യാപകർ, ഗവേഷകർ, പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ തുടങ്ങിയവർ ആശയവിനിമയം നടത്തുവാനുള്ള മികച്ച വേദിയായി ഈ പരിപാടി മാറി. സമ്മേളനത്തിലെ പ്രധാന കാര്യങ്ങൾ: അധ്യക്ഷ പ്രസംഗം സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡോക്ടർ മാർട്ടിൻ KA അധ്യക്ഷ പ്രസംഗം നടത്തി. അതിവേഗത്തിലുള്ള സാങ്കേതിക മാറ്റങ്ങളെ ഉത്തരവാദിത്തമുള്ള ഭരണം, സ്വകാര്യത സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയുമായി സമന്വയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഇദ്ദേഹം ഊന്നിപ്പറഞ്ഞു. സമാപന പ്രഭാഷണം കേരള പോലീസ് അക്കാദമി ഡയറക്ടറും IG-യുമായ K. സേതുരാമൻ IPS സമാപന പ്രഭാഷണം നടത്തി. നിയമപാലകരുടെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവച്ചു. പോലീസിന്റെ ക്രിമിനൽ അന്വേഷണങ്ങളിൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം വർദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയോടൊപ്പം തന്നെ പ്രൊഫഷണലിസം, ഉത്തരവാദിത്തം, അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ എന്നിവ കർശനമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം വ്യക്തമാക്കി. ക്രിമിനോളജി
നിയമം, സോഷ്യോളജി, ഫോറൻസിക് സയൻസ്, അഡോളസെന്റ് സൈക്കാട്രി തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡോക്ടർ ശേഖർ ശേഷാദ്രി, ഡോക്ടർ ഉപമ ഗൗതം, ഡോക്ടർ സന്ധ്യ RS, ഡോക്ടർ സുമിത് കുമാർ ചൗധരി, ഡോക്ടർ മുത്തുമാണി സുന്ദരം, ഡോക്ടർ സ്മരണ മഞ്ജുദാർ തുടങ്ങിയവർ പ്രഭാഷണങ്ങൾ നടത്തി. മികച്ച ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും കെ സേതുരാമൻ IPS വിതരണം ചെയ്തു. ഡിജിറ്റൽ ഭരണരംഗത്തെ നൂതന വിഷയങ്ങളിൽ കൂടുതൽ പഠനങ്ങൾ നടത്തുവാൻ വിദ്യാർത്ഥികളെയും ഗവേഷകരെയും ഇത് പ്രോത്സാഹിപ്പിച്ചു. കോളേജ് വൈസ് പ്രിൻസിപ്പലും ക്രിമിനോളജി വിഭാഗം മേധാവിയും കോൺഫറൻസ് കോർഡിനേറ്ററുമായ ഡോക്ടർ ഫെബിൻ ബേബിയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം വിജയകരമായി സംഘടിപ്പിച്ചത്. അദ്ദേഹം സമാപന ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ക്രിസ്റ്റോ കുര്യൻ, ബിഷ ബാബു തുടങ്ങിയവരും വിദ്യാർത്ഥികളുടെ സംഘാടക സമിതിയും സമ്മേളനത്തിന്റെ വിജയത്തിനായി അക്ഷീണം പ്രവർത്തിച്ചു. ഇന്റർനാഷണൽ റിലേഷൻസ് ഡീൻ റവറൻഡ് ഡോക്ടർ ഫ്ലെർജിൻ ആന്റണി, അതിഥി പ്രഭാഷകൻ ഫ്രാൻസിസ് വർഗീസ് തുടങ്ങിയവരും സമാപന ചടങ്ങുകളിൽ പങ്കെടുത്തു. ഡിജിറ്റൽ പരിവർത്തനം പൊതുസുരക്ഷ ശക്തമാക്കുന്നതിന് മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഡാറ്റാ സംരക്ഷണം, സാങ്കേതികവിദ്യയുടെ ധാർമ്മിക ഉപയോഗം, മനുഷ്യാവകാശ സംരക്ഷണം എന്നിവ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന സുപ്രധാന സന്ദേശമാണ് ഈ ത്രിദിന ദേശീയ സമ്മേളനം നൽകിയത്. വനിതാ സാഹിതി സാഹിത്യോത്സവത്തിന്റെ പ്രചരണാർത്ഥം വനിതകൾ വിളംബര ജാഥ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് VS ബിന്ദു, ജനറൽ സെക്രട്ടറി രവിത ഹരിദാസ്, ഡോക്ടർ ഡി ഷീല, ഡോക്ടർ KR ബീന, KP സെലീന, KV സുജാത, ഡോക്ടർ കുശലകുമാരി, റീബ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള സാഹിത്യ അക്കാദമി MT ഹാളിലാണ് ഓഗസ്റ്റ് 8 ശനിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ സാഹിത്യോത്സവം നടക്കുന്നത്. രാവിലെ BM സുഹറ ഉദ്ഘാടനം നിർവഹിക്കും. C രവീന്ദ്രനാഥ്, ഡോക്ടർ R ബിന്ദു, ഡോക്ടർ KP മോഹനൻ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് കഥയുടെ വർത്തമാനം, ക്രിയേറ്റീവ് റൈറ്റിംഗ് സെക്ഷനുകൾ നടക്കും. വൈകിട്ട് 4:30 സമാപന സമ്മേളനം സുനിൽ P ഇളയിടം ഉദ്ഘാടനം ചെയ്യും. സ്വർണ്ണവില കൂടി. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും പുതിയ ഉയരങ്ങളിലേക്ക്. വിപണിയിൽ 2 ദിവസത്തിനിടെ 3 തവണയാണ് വിലയിൽ മാറ്റമുണ്ടായത്. ഇന്ന് 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 100 രൂപയും പവന് 800 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് 1 ഗ്രാം സ്വർണത്തിന് 13,965 രൂപയും പവന് 1,11,720 രൂപയുമാണ് ഇന്നത്തെ വ്യാപാര വില. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. ലൈംഗിക പീഡന കേസ്, പിടികിട്ടാപ്പുള്ളി അറസ്റ്റിൽ.
അതിജീവിതയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും സ്വകാര്യ ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തുകയും 10 ലക്ഷം രൂപ തട്ടിയെടുക്കുകയും ചെയ്ത കേസിലെ പിടികിട്ടാപ്പുള്ളിയെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വരന്തരപ്പള്ളി തെക്കുമുറി മാമ്പുള്ളി വീട്ടിൽ അനൂപ് ആണ് അറസ്റ്റിലായത്. 2022 രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പ്രതിയെ അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ പോയതിനെ തുടർന്ന് കോടതി ഇയാൾക്കെതിരെ പിടികിട്ടാപ്പുള്ളി വാറണ്ട് പുറപ്പെടുവിക്കുകയായിരുന്നു. ഈ വാറണ്ട് പ്രകാരമാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അനൂപിനെ ഈ കേസ് കൂടാതെ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധി 2 വധശ്രമ കേസിലും 1 അടിപിടി കേസിലും അടക്കം 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SI പോൾസൺ KL, GSIമാരായ ജോസഫ് തോമസ്, സുനിൽകുമാർ, വിനോദ്, GSCPOമാരായ അരുൺ, രാകേഷ്, സജീവ് തുടങ്ങിയവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പാട്ടുരായിക്കൽ പൊന്നുവീട്ടിൽ ലൈനിൽ കൈപ്പുള്ളി വീട്ടിൽ നാരായണൻ മകൾ കമലം നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. വെള്ളാനിക്കര മൂർത്താട്ടിൽ പരമേശ്വരൻ മകൻ ജയകുമാരൻ നിര്യാതനായി. 53 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ പ്രിയ, മക്കൾ അക്ഷയ്, ആർദ്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെക്കുംകര പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഓണം ഫെസ്റ്റ് യോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങളിൽ നിന്ന് എടുത്തുമാറ്റി ദേശസാൽകൃത ബാങ്കുകളിലൂടെ മാത്രം നടത്തുവാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സഹകരണ താൽക്കാലിക കരാർ തൊഴിലാളി യൂണിയൻ മണ്ണുത്തി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണിയൻ കിണർ ഉന്നതിയിൽ വീടുകളുടെ പണികൾ പൂർത്തിയാകുന്നു, കുട്ടികൾ തൊഴുത്തിൽ ഉറങ്ങുന്നു എന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് പഞ്ചായത്ത് അംഗം. പ്രമുഖ ഓൺലൈൻ ട്രഡീഷണൽ ക്ലോത്തിംഗ് ബ്രാൻഡായ അഭിരാമം ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയ ഓണച്ചമയം എക്സിബിഷൻ തൃശൂർ ശ്രീ ശങ്കരായ ഹാളിൽ വിപുലമായ വിൽപ്പന സ്റ്റോളുകളോടെ ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.